കൂർഗിൽ ഞങ്ങൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്ത സ്പോട്ടാണ് മടിക്കേരി രാജാസീറ്റ് ഗാർഡൻ. വീക്കെൻഡ്സ് അല്ലാഞ്ഞിട്ട് പോലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഇവിടെ. പിന്നെ എൻട്രി ചെയ്യുമ്പോൾ തന്നെ കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ ആനിമൽ സ്റ്റാച്യൂസ് കാണാം. ഇവിടെ വന്നു എന്നറിയാനായിട്ട് ഈ ഒരു ഫ്രെയിം എന്ന ഒരു ഫോട്ടോ നിർബന്ധമല്ലേ അല്ലേ? ഇവിടെ ഒരുപാട് നല്ല ഫോട്ടോ ഫ്രെയിംസ് ഉണ്ട്. അതുപോലെ സിപ്പ് ലൈൻ പോലുള്ള ചില ആക്ടിവിറ്റീസും കാണാം. ബട്ട് മെയിൻ അട്രാക്ഷൻ ഇതൊന്നുമല്ലാതായി കാണുന്ന വ്യൂ തന്നെയാണ് കേട്ടോ. ആക്ച്വലി രാജാസീറ്റ് എന്നുള്ള പേര് വരാൻ തന്നെ കാരണം പണ്ട് കൂർഗ് രാജവംശകാലത്ത് രാജാക്കന്മാരെ സൺസെറ്റും സൺറൈസും കാണാനായിട്ട് ഇവിടെ വരാറുണ്ടായിരുന്നു അത്രേ. അതുകൊണ്ട് തന്നെ ഇവിടെ വിസിറ്റ് ചെയ്യാനുള്ള ബെസ്റ്റ് ടൈം സൺസെറ്റ് ടൈമിലോ സൺറൈസ് ടൈമിലോ, ഇതൊന്നുമല്ലാന്നുണ്ടെങ്കിൽ നല്ല കൂട് മൂടി നിൽക്കുന്ന സമയത്തുമാണ്. എന്നാൽ ഞങ്ങൾ വന്നത് ഈ സമയത്തൊന്നും അല്ലാന്നുണ്ടെങ്കിൽ പോലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ മടങ്ങി. ഒരു വലിയ കോഫി പ്ലാന്റേഷൻ അകത്ത് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് മിഡ്ലാൻഡ് ഇൻ. ഇവിടെയായിരുന്നു ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് കോട്ടേജിൽ തന്നെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. ആൻഡ് ഒരു 2 ഫാമിലിക്കൊക്കെ താമസിക്കാൻ പറ്റിയ വില്ലാസും ഈ പ്രോപ്പർട്ടിയിൽ വരുന്നുണ്ട്. ഇതിൻ്റെ മാനേജേഴ്സ് എല്ലാം മലയാളീസ് തന്നെയാണ്. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഒരു നല്ല പെറ്റ് ഡോഗിനെയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളിവിടെ വന്ന മുതൽ പോകുന്നവരെ എല്ലാവരോടും നല്ല ഇണക്കവും സ്നേഹമൊക്കെ കാണിച്ചുകൊണ്ട് ഇവൻ കൂടെ ഉണ്ടായിരുന്നു. ഈ റിസോർട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു വാട്ടർഫോൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഈ പോകുന്നത്. ദൂരെ കാണുന്നതാണ് ആ വാട്ടർഫോൾ. പക്ഷേ പാലത്തിൻ്റെ വർക്ക് നടക്കുന്ന കാരണം അങ്ങോട്ടേക്ക് പോകേണ്ട വഴിയൊക്കെ മൂടിപ്പോയതുകൊണ്ട് തന്നെ പോകാൻ പറ്റിയില്ല. എന്നാലും കാട്ടിലൂടെ പോകാനുള്ളൊരു വേ ഉണ്ടായിരുന്നു. ബട്ട് ഇരുട്ടാവാനായി അട്ടുണ്ടാകും ആനുണ്ടാവും എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകാനും സമ്മതിച്ചില്ല. അതെന്തായാലും മിസ്സായി. എന്നാലും പോണ വഴിക്ക് ഇതുപോലെ ചെറിയ ചെറിയ നല്ല ഭംഗിയുള്ള വാട്ടർഫോൾസൊക്കെ കാണാം കേട്ടോ. പിന്നെ ഭക്ഷണമെല്ലാം കഴിച്ച് തിരിച്ച് മിഡ്ലാൻഡിലെത്തിയപ്പോൾ ഇദ്ദേഹത്തെ ഞങ്ങളെ കാത്തു നിൽക്കുന്നു. എന്തൊരു സ്നേഹമല്ലേ. ഞങ്ങളിവന് ബിസ്ക്കറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിനെ കണി കണ്ടുകൊണ്ടാണ് പിറ്റേസ് രാവിലെ എണീറ്റതും. പിന്നെ ഞങ്ങളൊരു മോർണിംഗ് വാക്കിങ്ങിനൊക്കെ പോയിട്ടോ. ഈ ഒരു സമയത്താണ് ഈ പ്രോപ്പർട്ടി മൊത്തത്തിലൊന്ന് ചുറ്റിക്കാണുന്നത്. നല്ലൊരു സ്റ്റേ ആയിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പുറപ്പെട്ടു. കാരണം ഒരൊറ്റ ദിവസമേ ഉള്ളൂ, ഇനി ഒരുപാട് കാഴ്ചകൾ കാണാനുള്ളതല്ലേ.